ബി.ജെ.പി. സംസ്ഥാന നേതാവിനെതിരെയും പീഡന പരാതി. സംസ്ഥാന ഉപാധ്യക്ഷൻ സി കൃഷ്ണകുമാറിനെതിരെയാണ് എറണാകുളം സ്വദേശിനി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയത്. സ്വത്ത് തർക്കത്തിൽ മേൽക്കൈ കിട്ടാനുള്ള കള്ളപ്പരാതിയാണ് എന്നാണ് സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം. ഇതൊക്കെ 2015 20 പൊട്ടാതെ പോയ നനഞ്ഞ ഓലപ്പടക്കമാണ്. ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. പരാതിയിൽ എല്ലാം പറയുന്നുണ്ട്. പരാതിയിൽ മർദ്ദിച്ചു എന്നും എന്നെ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ കോടതിയിൽ കൊടുത്ത ഇതാണ്, കോടതിയിൽ ക്രോസ് ചെയ്യണ സമയത്ത് കൊടുത്ത സ്റ്റേറ്റ്മെൻ്റാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ക്രോസിംഗ് സമയത്ത് പറഞ്ഞിട്ടുണ്ടാ, നിങ്ങൾക്ക് പരിശോധിക്കാം. ആരോപണം പ്രതിപക്ഷത്തിന്റെ നനഞ്ഞ പടക്കമെന്ന് പറഞ്ഞ് ബി.ജെ.പി. നേതാക്കൾ തള്ളി. എന്തിനാ ഇത് നാളെയാക്കുന്നത്? ഇപ്പൊ തന്നെ നടത്തിക്കൂടായിരുന്നു? എന്തിനാ 2 ദിവസത്തേക്ക് മുന്നറിയിപ്പൊന്നും തരേണ്ട കാര്യമില്ല. അല്ല, ഇതുപോലത്തെ പ്രസ്താവനകൾ കൊണ്ടൊന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വി.ഡി. സതീശൻ വിചാരിച്ചാൽ സാധിക്കില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിരുന്നു കൊണ്ട് ആദ്യം ഭീഷണി മുഴക്കുക, അതിനുശേഷം പഴയ ഒരു കാര്യം വീണ്ടും കുത്തിപ്പൊക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇത് വി.ഡി. സതീശൻ എന്ന കോൺഗ്രസ് നേതാവിനൊരു പക്ഷേ ഭൂഷണമായേക്കാം. കോടതി വിചാരണ പൂർത്തിയാക്കി തള്ളിക്കളഞ്ഞൊരു കേസ് വീണ്ടും പൊടിതട്ടിയെടുത്തിരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ എന്താണ് മോട്ടീവ് എന്ന് എല്ലാവർക്കും അറിയാം. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ സി കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ പറഞ്ഞു. ആരോപണത്തിൽ പാലക്കാട് ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം കത്തി നിൽക്കുന്നതിനിടയിലാണ് ബി.ജെ.പിയിലും സമാന സ്വഭാവത്തിലുള്ളൊരു പരാതി ഉയർന്നു വരുന്നത്. ഇത് കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. ഈ പീഡന പരാതി എന്നുള്ള കാര്യം അത് തന്നെ നേരത്തെ പോലീസിന് മുമ്പിലേക്ക് പരാതിയായി വന്നതാണ്. അതിൽ അന്വേഷണം നടത്തി കാര്യമില്ല എന്ന് കണ്ട് പോലീസ് തള്ളിയതാണ് എന്നൊക്കെയുള്ള ബി.ജെ.പിയുടെ പ്രതികരണത്തിലൂടെ എത്രത്തോളം പ്രതിരോധം ഈ വിവാദത്തിൽ തീർക്കാൻ നേതൃത്വത്തിന് കഴിയുന്നുണ്ട് ശ്രീകുമാർ? കേവലം ഒരു പ്രതിരോധം തീർക്കലല്ല, രേഖകളും തെളിവുകളും വെച്ചുള്ള ഒരു വാർത്താ സമ്മേളനം അല്ലെങ്കിൽ അതെല്ലാം പുറത്തുവിട്ടായിരുന്നു സി കൃഷ്ണകുമാറും ബി.ജെ.പി. നേതാക്കളും ഇതിനെ പ്രതിരോധിച്ചത്. അതിൽ യാതൊരു തർക്കവുമില്ല. ആ കേസ് 2 പരാതികളായിട്ടാണ് നൽകുന്നത് കോടതിയിൽ. അത് രണ്ടും കോടതിയിൽ, പാലക്കാട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെയാണ് ആ 2 പരാതികളും നൽകുന്നത്. അതിലൊന്ന് തൻ്റെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു, അച്ഛനെ അടക്കം ഉപയോഗിച്ചാണ് അത്തരത്തിൽ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന് ഈ പരാതിക്കാരി പറയുന്നുണ്ട്. ഇത് കൂടാതെ 2ാമത്തെ പരാതിയിലാണ് കൃത്യമായ രീതിയിൽ പറയുന്നത്, ഭർത്താവില്ലാത്ത തന്നെ സി കൃഷ്ണകുമാർ വളരെ മോശമായ രീതിയിൽ ലൈംഗികമായ തരത്തിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു, ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നടക്കമുള്ള ഗുരുതരമായ മൊഴി അതിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ കോടതി തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസിനോട്, ജില്ലാ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ടൗൺ നോർത്ത് പോലീസാണ് ഈ കേസ് എടുത്ത് അന്വേഷണം നടത്തുന്നത്. അങ്ങനെ കേസെടുത്ത് അന്വേഷണം നടത്തി. പക്ഷേ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ ബലാത്സംഗവും ലൈംഗിക പീഡനവും അടക്കമുള്ള കാര്യങ്ങളിൽ ആ വകുപ്പുകൾ ചുമത്താൻ കഴിയില്ല എന്ന് പോലീസ് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്തായാലും 2024 മനസ്സിലാക്കുന്നു സി കൃഷ്ണകുമാറിന് അനുകൂലമായി ഒരു വിധി ഇതിൽ വരുന്നു. അതിൽ സി കൃഷ്ണകുമാർ തെറ്റുകാരനല്ല എന്ന വിധി വരുന്നു. നേരത്തെ ഉള്ള സ്വത്ത് കേസിലും, ഭാര്യയുടെ പേരിലുള്ള സ്വത്ത് കേസിലും സമാനമായ രീതിയിൽ വിധി വരുന്നു. അച്ഛൻ്റേതടക്കമുള്ള മൊഴികൾ സി കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും അനുകൂലമായിരുന്നു. മജിസ്ട്രേറ്റിന് മുൻപിൽ അവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഈ 2 പരാതികളും തള്ളിപ്പോയതാണ്. അതിൽ 2ാമത്തെ പരാതിയായി പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ലൈംഗിക പീഡന പരാതി അത് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കോടതിയിൽ പോലും തോറ്റുപോയതാണെന്നൊരു വാദമാണ് ബി.ജെ.പി. നേതാക്കൾ ഉന്നയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു പരാതി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം കൃത്യമായ രീതിയിൽ രാജീവ് ചന്ദ്രശേഖറിന് ഒരു പരാതി എത്തിക്കുകയായിരുന്നു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. പക്ഷേ അതിന് അദ്ദേഹം തിരിച്ച് മെയിൽ വഴി മറുപടി നൽകിയിട്ടുണ്ട്. താൻ ഇവിടെ സ്ഥലത്തില്ല, താനുള്ളത് ബാംഗ്ലൂരിലാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. വന്നാലുടൻ തന്നെ പരിഗണിക്കാമെന്ന് എന്നാണ് ആ ഒരു മറുപടി ഉള്ളത്. അതിന് പക്ഷേ സി കൃഷ്ണകുമാർ പറയുന്ന വാദം 100,000 പരാതികൾ കൃത്യമായ രീതിയിൽ. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച സമീപനമുണ്ട്. അത് സി കൃഷ്ണകുമാറിന്റെ കാര്യത്തിൽ സ്വീകരിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാകുമോ എന്നുള്ള ചോദ്യമാണ് കോൺഗ്രസ് നേതൃത്വം അതിശക്തമായി ഉയർത്തുന്നത്.